നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എടപ്പാൾ കണ്ടനകം ബീവറേജിൽ 9 മണിക്കു ശേഷമുള്ള മദ്യവിൽപ്പന മൊബൈലിൽ പകർത്തിയ യുവാവിനെ ക്രൂരമർദ്ദനം. കാലിലും തോളിലും പരിക്കേറ്റ യുവാവ് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ടനകം സ്വദേശി സുനീഷ് കുമാറിനാണ് പരിക്കേറ്റത്. ചങ്ങരംകുളം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാണ് മർദ്ദിച്ചതെന്ന് സുനീഷ് പറഞ്ഞു. ഇന്നലെ രാത്രി 9:30 എടപ്പാൾ കണ്ടനകം ബീവറേജ് ഔട്ട്ലെറ്റിലെ ഗേറ്റിന് പുറമെ നിന്ന് 2 പേർ ബീവറേജ് ജീവനക്കാരുമായി സംസാരിക്കുന്നതും പണം കൈമാറുന്നതും ശ്രദ്ധയിൽപ്പെട്ട യുവാവ് ഇത് മൊബൈലിൽ പകർത്തുകയായിരുന്നു. ഞാൻ വീടിന്റെ 100 മീറ്റർ അപ്പുറത്ത് വീട്ടിലേക്ക് സാധനം വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് ബീവറേജ് ഉണ്ട്. അവിടെ വെച്ചിട്ട് ഒരു 9-9:30 സമയത്ത് 2 പേര് അവിടെ ബീവറേജ് അടച്ചതിന് ശേഷം അവിടുന്ന് മദ്യം വന്ന് ഗേറ്റ് വഴി മദ്യം വന്ന് കണ്ടു. ഞാനത് വീഡിയോ എടുത്തപ്പോൾ അവരെന്നെ എന്നോട് ചോദിച്ചു എന്താണ് വീഡിയോ എടുത്തു. ഞങ്ങൾ കാണാൻ പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരെ വേണ്ട എന്നെ മർദ്ദിക്കേണ്ടത്. എനിക്കിപ്പോൾ ശരീരം മൊത്തം വേദനയാണ്. കാരണം 9 മണിക്ക് ശേഷം മദ്യം കൊടുക്കുന്നത് അത് തെറ്റാണ്. അത് കളവ് മുതലാണത്. എടപ്പാൾ പൂരാടം വാണിഭത്തിൽ വിസ്മയക്കാഴ്ച ഒരുക്കി കേരള പരസ്യകലാസമിതി. ഇത്തവണ ഓണത്തുമ്പിയും ചെണ്ടുമല്ലിയും ശ്രദ്ധേയമായി. എടപ്പാളിലെ പരസ്യകലാസമിതി കലാകാരന്മാരാണ് വിസ്മയത്തുമ്പി എന്ന് പേരിട്ടിരിക്കുന്ന ഈ നിശ്ചല ദൃശ്യം ഒരുക്കിയിരിക്കുന്നത്. 10 ദിവസമെടുത്ത് 15ഓളം പേർ ചേർന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണത്തിന് പ്രധാന നേതൃത്വം നൽകിയിരിക്കുന്നത് പ്രശസ്ത സാൻ ആർട്ടിസ്റ്റായും സിനിമാ കലാസംവിധായകനുമായി പ്രവർത്തിച്ചുവരുന്ന ഉദയൻ എടപ്പാളാണ്. പൂരാട വാണിഭത്തിൽ 5ാം തവണയാണ് കേരള പരസ്യകലാസമിതി ഇതുപോലുള്ള കലാരൂപം ഒരുക്കുന്നത്. ആദ്യ തവണ ചെറിയ കായക്കുലയും പിന്നീടുള്ള വർഷങ്ങളിൽ കളിവണ്ടി വിൽപ്പനക്കാരൻ മുക്കുറ്റി കഴിഞ്ഞ വർഷം ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഗിന്നസ് കായക്കുല ആയിരുന്നെങ്കിൽ ഈ വർഷം വിസ്മയത്തുമ്പി എന്ന പേരിൽ ചെണ്ടുമല്ലിയെയും ഓണത്തുമ്പിയെയുമാണ് പരിചയപ്പെടുത്തുന്നത്. കേരള പരസ്യകലാസമിതി മെമ്പർമാരായ ജബ്ബാർ, ബുഷറ, ശശി എടപ്പാൾ, പ്രകാശൻ, ബാലൻ, ശ്രീജേഷ്, സജീർ, പ്രസാദ്, പ്രദീപ്, ഉഷാദ്, രാജേഷ് സത്യൻ, ഇക്ബാൽ, അജയ് തുടങ്ങിയവർ ചേർന്നാണ് ഈ വിസ്മയം ഒരുക്കിയിരിക്കുന്നത്. 20 അടി ഉയരത്തിലും 16 അടി നീളത്തിലും നിർമ്മിച്ച വിസ്മയത്തുമ്പിക്ക് GI പൈപ്പ്, വിവിധതരം ഫോമുകൾ, ഫെവിക്കോൾ, തുണി, പ്ലാസ്റ്റിക് നെറ്റ്, എനാമൽ പെയിന്റ് തുടങ്ങിയവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ തവണയും വ്യത്യസ്ത നിശ്ചല ദൃശ്യങ്ങൾ ഒരുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യശില്പിയായ ഉദയൻ എടപ്പാൾ പറഞ്ഞു. കഴിഞ്ഞ തവണ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ഭീമൻ കാഴ്ചക്കുല, ഗിന്നസ് കുല എന്ന് വേണമെങ്കിൽ പറയാം, ആ വിസ്മയത്തിന് ശേഷം ഇത്തവണ ഞങ്ങൾ ഒരുക്കുന്ന ഈ വിസ്മയത്തുമ്പിക്ക് ഏകദേശം 20 അടിയിൽ അധികം ഉയരമുണ്ട്. 20 അടി ഉയരവും 16 അടി വീതിയുമുള്ള നല്ല ഓണാശംസകൾ, കൃത്യമായ ഓണാശംസകൾ നേരുന്നു. ഇത്തവണ ഞങ്ങള് ഓരോ തവണയും പുതിയ ഒരു വിസ്മയം കൊണ്ടുവരാൻ ഞങ്ങള് ശ്രമിക്കാറുണ്ട്. ഇത്തവണ ഞങ്ങൾ വലിയൊരു ഓണത്തുമ്പിയാണ് ഒരുക്കുന്നത്. വലിയൊരു നമ്മുടെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന പൂവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണത്തിന് കൂടുതൽ എല്ലാവർക്കും സുപരിചിതമായിട്ടാണ് ചെണ്ടുമല്ലി. വലിയൊരു ചെണ്ടുമല്ലിയുടെ മേലെ ഇരിക്കുന്ന ഒരു ഓണത്തുമ്പിയുടെ ഒരു മാതൃകയാണ് ഞങ്ങൾ തവണ ഉണ്ടാക്കുന്നത്. പൂരാട ദിനത്തിൽ എടപ്പാൾ അങ്ങാടിയിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് വിസ്മയത്തുമ്പി സ്ഥാപിച്ചിരിക്കുന്നത്. ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനുമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. CCTV ന്യൂസ്, തൃത്താല. രുചിയിൽ കേമൻ. തൃത്താല പൊലിമ കാർഷിക പ്രദർശന വിപണന മേളയിലെ താരമായി എള്ളുകോഴി. അമേരിക്കയിലെയും ചൈനയിലെയുമെല്ലാം റെസ്റ്റോറൻറ്റുകളിലെ രുചിയേറിയ വിഭവമാണ് എള്ള് ചിക്കൻ. ചിക്കനിൽ പലതരം പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച മലയാളികൾക്കിടയിലേക്കാണ് എള്ളുകോഴിയും എത്തുന്നത്. തൃത്താല പൊലിമ കാർഷിക പ്രദർശന മേളയിലേക്കെത്തിയ ഭക്ഷണപ്രിയരുടെ ഇഷ്ടവിഭവമാണ് എള്ളുകോഴി. എണ്ണയിൽ വറുത്തെടുത്ത കോഴിയിൽ പ്രത്യേക മസാലക്കൂട്ടുകൾ ചേർത്ത ശേഷം എള്ളിൽ പൊതിഞ്ഞെടുത്താണ് എള്ളുകോഴി വിഭവം ചെയ്യുന്നത്. മേളയിലേക്കെത്തിയവരിൽ മികച്ച അഭിപ്രായമാണ് എള്ളുകോഴി വിഭവം നേടിയെടുത്തത്. സൽസബിൽ കുടുംബശ്രീ യൂണിറ്റാണ് മേളയിൽ ഈ രുചിയേറിയ വിഭവം വിളമ്പിയത്. രുചി വൈവിധ്യത്തിന് പുറമെ ആരോഗ്യപ്രദം കൂടിയാണ് എള്ളുകോഴിയെന്ന് കുടുംബശ്രീ പ്രവർത്തകർ പറഞ്ഞു. 180 രൂപയാണ്. മസാലകളൊക്കെ ചേർത്ത് മസാല അതിലിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതൊന്ന് സെറ്റായി വരുമ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ അതിലിട്ടിട്ട് എള്ളുകോഴിയുടെ കോംബോ വിലയായി ഇവർ ഈടാക്കുന്നത്. CCTV ന്യൂസ്, തൃത്താല. പട്ടാമ്പി ലയൺസ് ക്ലബിന്റെയും ഒറ്റപ്പാലം താലൂക്ക് ബ്ലൈൻഡ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. പട്ടാമ്പി ലയൺസ് ക്ലബിന്റെയും ഒറ്റപ്പാലം താലൂക്ക്
ബ്രൈൻഡ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ഓണക്കിറ്റ് വിതരണവും നടന്നു. ലയൺസ് ക്ലബ് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ഇ.കെ. ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കെ.ബി. ബിജു അധ്യക്ഷനായിരുന്നു. ബ്രൈൻഡ് അസോസിയേഷൻ പ്രസിഡന്റ് പഴനിയപ്പൻ, സെക്രട്ടറി മണികണ്ഠൻ, ലയൺസ് ക്ലബ് സോൺ ചെയർമാൻ മനോജ്, സെക്രട്ടറി എം.ആർ. രാജീവ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഓണത്തിന്റെ എല്ലാ വിഭവങ്ങളും ചേർന്ന ഓണക്കിറ്റ് നൽകാനായിട്ട് നമുക്കിവിടെ കഴിഞ്ഞു. ഇനിയും ഇത്തരം സേവന പ്രവർത്തനങ്ങളുമായി ലയൺസ് ക്ലബ്ബ് പട്ടാമ്പിയുടെ സേവന രംഗത്തുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ തൃത്താലയിൽ സംഘടിപ്പിച്ച കാർഷിക പ്രദർശന വിപണന മേള സമാപിച്ചു. 3 ദിവസങ്ങളിലായാണ് മേള നടത്തിയത്. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി തൃത്താല പൊലിമ എന്ന പേരിലാണ് തൃത്താല വെള്ളിയാങ്കലിന് സമീപം കാർഷിക പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചത്. ഉത്രാട ദിനത്തിലായിരുന്നു മേളയുടെ സമാപനം. പുനർജനി തൃത്താലയുടെ നാടൻ പാട്ടുകൾ, വടംവലി, ഉറിയടി എന്നിവയും ഉണ്ടായിരുന്നു. മേളയുടെ മറ്റൊരു ആകർഷണമായിരുന്നു ഭക്ഷ്യമേള. വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനങ്ങൾ, വിവിധ മെഷീനറികളുടെ പ്രദർശനങ്ങൾ, വിവിധ സ്റ്റാളുകൾ എന്നിവയും മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. തൃത്താല പൊലിമ കാർഷിക പ്രദർശന വിപണന മേളയിൽ രുചിവൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ഇടിച്ചക്ക വിഭവങ്ങൾ. നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഇടിച്ചക്ക കൊണ്ട് വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഒരുക്കി നൽകി ലമോസ് കുടുംബശ്രീ യൂണിറ്റ്. ഇടിച്ചക്ക ഉപയോഗിച്ച് ബിരിയാണി, ഇടിച്ചക്ക കബാബ്, കട്ട്ലറ്റ്, അച്ചാറ് തുടങ്ങി ഇടിച്ചക്ക ഉപയോഗിച്ച് ബിരിയാണി, ഇടിച്ചക്ക കബാബ്, ഇടിച്ചക്ക കട്ട്ലറ്റ്, ഇടിച്ചക്ക അച്ചാർ തുടങ്ങി വൈവിധ്യമാർന്ന നിരവധി വിഭവങ്ങളാണ് ഇവർ ഒരുക്കിയത്. ഇടിച്ചക്ക കബാബിനും ബിരിയാണിക്കുമെല്ലാം നിരവധി ആരാധകരുമുണ്ട്. ഇടിച്ചക്ക കബാബ്, ഇടിച്ചക്ക കട്ട്ലറ്റ്, ഇടിച്ചക്ക ബിരിയാണി, അതാണ് ഇപ്പം ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ ഇടിച്ചക്ക അച്ചാർ. തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവം ഡോക്ടർ കെ.ബി. മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ 19, 21, 22, 23 തീയതികളിൽ നടക്കും. കലോത്സവം സംബന്ധിച്ച് നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ജയ ഉദ്ഘാടനം ചെയ്തു. പി.ടി.എ. പ്രസിഡന്റ് എ.കെ. ഷംസുദ്ദീൻ അധ്യക്ഷനായി. തൃത്താല എ.ഇ.ഒ. പ്രസാദ്, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സലീന വർഗീസ്, പ്രധാനാധ്യാപകൻ ആർ. രാജേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.പി. ശ്രീനിവാസൻ, ടി.പി. മുഹമ്മദ്, പി.വി. മുഹമ്മദ് അലി, സുരേഷ്, വി.എം. രാജീവ്, സുദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. ഓണത്തിരക്കിൽ മലയാളികൾക്കിന്ന് ഉത്രാടപ്പാച്ചിൽ. നാളെ തിരുവോണത്തിന് മാവേലിയെ വരവേൽക്കാനും പൂക്കളമൊരുക്കാനും സദ്യവട്ടത്തിനുമായി നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ജനം ഒഴുകിയിറങ്ങിയതോടെ കമ്പോളങ്ങളിലും വീഥികളിലും തിരക്കേറി. വയനാട് ദുരന്തത്തെ തുടർന്ന് സർക്കാരിന്റെ ഔദ്യോഗിക ഓണാഘോഷമില്ലെങ്കിലും വിപണിയിലെ തിരക്കിനെ അതൊന്നും ബാധിച്ചിട്ടില്ല. സർക്കാർ ഓഫീസുകളിലും മറ്റും വിപുലമായ ആഘോഷത്തിന് പൂട്ടുവീണത് പൂവിപണിക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ, വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയാണ് ഓണക്കച്ചവടത്തിൽ മുൻപന്തിയിൽ. ചങ്ങാലി പഴങ്ങളാണ് വിപണി ഇപ്പോഴും കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ ജോലിപ്പാടൊന്നുമില്ലാതെ സ്വസ്ഥമായിരുന്ന് ഓണമുണ്ണണം എന്നാഗ്രഹിക്കുന്ന നഗരവാസികളിൽ ഏറിയ പങ്കും സദ്യ ബുക്ക് ചെയ്യുകയാണ്. സദ്യ ബുക്കിംഗ് ഉള്ളതിനാൽ കേറ്ററിംഗ്, ഹോട്ടൽ അടുക്കളകൾ പുലർച്ചെ മുതലേ സജീവമാണ്. സദ്യ ബുക്കിംഗ് ആഴ്ചകൾക്ക് മുൻപേ തുടങ്ങുകയും ചെയ്തു. 5 അംഗങ്ങൾക്കുള്ള ഓണസദ്യയ്ക്ക് 1200 രൂപ മുതലാണ് ഈടാക്കുന്നത്. CCTV ന്യൂസ് തളി. ചെറുതുരുത്തി ചുങ്കം മുതൽ ഒലിച്ചു വരെയുള്ള റോഡ് പണി അശാസ്ത്രീയ രൂപത്തിലാണെന്നും അപകടം പതിയിരിക്കുന്നുണ്ടെന്നും ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അലി അമ്പലത്ത് ആരോപിച്ചു. ചെറുതുരുത്തി ചുങ്കം സെന്റർ മുതൽ കമ്പനിപ്പടി വരെയുള്ള ഭാഗങ്ങളിൽ ഒരു ഭാഗത്തു മാത്രം കാന പണിയുകയും മറുഭാഗത്തുള്ള കാന പല ഭാഗത്തും മൂടിക്കിടക്കുകയുമാണ്. നിലവിൽ മഴ പെയ്താൽ ഇതിലൂടെ വരുന്ന വെള്ളം ഒഴിഞ്ഞുപോകാൻ മാർഗമില്ല. നിറഞ്ഞുകവിഞ്ഞ വെള്ളം റോഡിലേക്ക് വരികയും റോഡിന്റെ ഒരു ഭാഗം വെള്ളക്കെട്ടായി മാറുകയും അതുവഴി നിരവധി ജീവനുകൾ അപകടത്തിലാവുകയും ചെയ്യും. കൂടാതെ നിലവിൽ റോഡിനോട് ചേർന്നു നിൽക്കുന്ന ട്രാൻസ്ഫോമർ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടതുപ്രകാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വരികയും വിഷയത്തിന്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്തിയതുമാണ്. എന്നാൽ ആരുടെയോ താൽപര്യം സംരക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ കണ്ണടക്കുകയാണെന്നും ഭാവിയിൽ നിരവധി പേരുടെ ജീവനെടുക്കാൻ ഈ പ്രശ്നം കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാടിന്റെ പൈസ അനാവശ്യമായി ചെലവഴിക്കുന്നതിനുള്ള ഒരു രംഗമാണ് ഇന്ന് വള്ളത്തോർനഗർ ഗ്രാമപഞ്ചായത്തിലെ
ഹൈവേ പണിയിലൂടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഈ ആധുനിക കാലഘട്ടത്തിലെ ഒരുപാട് ആധുനിക സജ്ജീകരണങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഇവിടെ നടക്കുന്ന ഈ റോഡ് പണിയുടെ അശാസ്ത്രീയമായിട്ടുള്ള ഈ നിലപാടുകളും അവരുടെ പണികളും നമ്മുടെ നാട്ടിലെ പൈസ അനാവശ്യമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ നടക്കുന്ന ഈ റോഡ് പണിയിലെ ഒരു ഭാഗത്ത് തീരെയും കാനയില്ലാതെ വരുന്ന വെള്ളം മുഴുവനും കെട്ടി നിൽക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഇതിന്റെ വിഷയത്തിന്റെ ഗൌരവം ധരിപ്പിക്കുകയും ഈ വിഷയത്തിന്റെ ഗൌരവത്തെ പറഞ്ഞ് അയാളെ ബോധ്യപ്പെടുത്തിയപ്പോൾ പഞ്ചായത്തുമായി വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും ജനങ്ങളുടെ ജീവന് ഭീഷണിയായ ഇത്തരം വിഷയങ്ങൾക്കെതിരെ പരിഹാരമുണ്ടാകുന്നതുവരെ നിരന്തര സമരത്തിന് തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ് തളി. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. വല്ലപ്പുഴയിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന ഓണവണ്ടി ശ്രദ്ധ പിടിച്ചുപറ്റി. കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ഓണവണ്ടിയുടെ പര്യടനം. വെല്ലപ്പുഴ പഞ്ചായത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ഓണസമൃദ്ധി കാർഷിക ചന്തയുടെ ഭാഗമായാണ് സഞ്ചരിക്കുന്ന കർഷക ചന്തയും ഒരുക്കിയത്. കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു ഓണവണ്ടി എന്ന പേരിൽ സഞ്ചരിക്കുന്ന കർഷക ചന്ത ഒരുക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ചന്തയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. എല്ലാ വാർഡുകളിലും വിവിധ പ്രദേശങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉരുത്തിരിഞ്ഞ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഓണവണ്ടി നമ്മൾ ഇറക്കുന്നത്. ഇത്തവണ അത് പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ നടത്തുകയാണ്. എല്ലാവിധ പിന്തുണയും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ADCയുടെ തീരുമാനപ്രകാരം നമ്മുടെ ഓണത്തിന്റെ സന്ദേശം എല്ലാ പ്രദേശത്തേക്കും പഞ്ചായത്തിൽ എത്തിക്കുക, കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ആളുകളിലേക്ക് എത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരമാകുമ്പോഴത്തേക്ക് പഞ്ചായത്തിന്റെ ഏകദേശം 10ഓളം കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ ഈ വാഹനം എത്തും. ഈ വാഹനത്തിൽ എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ ആഴ്ച ചന്തയിലും അതുപോലെ തന്നെ ഓണച്ചന്തയിലും ഉണ്ടാകുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്ത് നിന്ന് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പഞ്ചായത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഓണവണ്ടി ആരംഭിച്ചത്. ഉപഭോക്താക്കൾക്ക് വീടുകളിലെത്തി പച്ചക്കറി ലഭ്യമാക്കുക കൂടിയായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടതെന്ന് കൃഷി ഓഫീസർ ദീപയും അറിയിച്ചു. വലിയ പ്രതികരണമാണ് ഓണവണ്ടിക്ക് ലഭിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി. തളി നെഹ്റു സ്മാരക വായനശാലയിൽ വരവൂർ ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ യോഗ പഠിതാക്കൾ ഓണാഘോഷം നടത്തി. വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം V. സെക്കീന ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം TM ബീവാത്തുകുട്ടി, വരവൂർ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു P. ഭാസ്കർ, വായനശാല പ്രസിഡന്റ് AV ശ്രീധരൻ, സെക്രട്ടറി CK വിനോദ്, യോഗ ട്രെയിനർ U. കവിത, ലൈബ്രറിയൻ C. ഗീത എന്നിവർ സന്നിഹിതരായിരുന്നു. പൂക്കളം, തിരുവാതിരകളി, വിവിധ നാടൻ കളികൾ എന്നിവയും വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടായി. മുതുമല കാരക്കൂത്ത് അങ്ങാടി VVAUP സ്കൂളിൽ കുഞ്ഞോണം നല്ലോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കാരക്കൂത്ത് VVAUP സ്കൂളിലാണ് കുഞ്ഞോണം നല്ലോണം എന്ന പേരിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. മെഗാ പൂക്കളത്തോടു കൂടിയായിരുന്നു ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. കുട്ടികളുടെ വാശിയേറിയ വടംവലി മത്സരവും ഓണക്കാഴ്ചയായി. ഓണസദ്യയോടുകൂടിയായിരുന്നു ചടങ്ങുകൾ സമാപിച്ചത്. തളി നെഹ്റു സ്മാരക വായനശാലയുടെ കീഴിലുള്ള ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കുട്ടികൾക്കായി വിവിധ കളികളും ഓണാറിവുകളും മത്സരങ്ങളും നടത്തി. സിന്ധു ശ്രീകാന്ത് നേതൃത്വം നൽകി. വായനശാല സെക്രട്ടറി CK വിനോദ്, ലിജ ദിലീപ്, C. ഗീത എന്നിവർ സംസാരിച്ചു. തളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ചെണ്ടുമല്ലി വിളവെടുപ്പ് തുടങ്ങി. 50 സെന്റ് സ്ഥലത്താണ് പൂക്കൃഷി ചെയ്തിട്ടുള്ളത്. മഞ്ഞയും ഓറഞ്ചും വെള്ളയും നിറങ്ങളുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ വിടർന്നു നിൽക്കുകയാണ്.
കഴിഞ്ഞ 5 വർഷമായി തളിക്ഷേത്രത്തിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്തു വരുന്നു. സേവാഭാരതി വരവൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. 100 പലചരക്ക് പച്ചക്കറി കിറ്റുകളാണ് വിതരണം ചെയ്തത്. വരവൂർ പഞ്ചായത്തിലെ വാർഡ് അടിസ്ഥാനമാക്കി സാമ്പത്തികമായും ശാരീരികമായും കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് 1000 രൂപ വില വരുന്ന കിറ്റാണ് സേവാഭാരതി വിതരണം ചെയ്തത്. വാർഡ് അടിസ്ഥാനത്തിൽ അതാതു മേഖലയിൽ പ്രവർത്തകർ അർഹതപ്പെട്ടവരുടെ വീടുകളിൽ എത്തിക്കുകയായിരുന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.